സജീഷേറിൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ് ഇന്നും നാളെ കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണ തലേന്ന് റിസപ്ഷൻ ഉണ്ട്. അത് നടത്തുന്നത് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ വെച്ചാട്ടോ, നമ്മളെ വടകര. അല്ലാണ്ടൊക്കെ പൊതുവേ നമ്മളെ കല്യാണ തലേന്ന് ഉണ്ടാകുക വീട്ടിൽ വെച്ചിട്ടല്ലേ പാർട്ടിയൊക്കെ നടത്തുക. പക്ഷെ ഇപ്പോൾ അധിക കല്യാണവും പാർട്ടിയൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടില്ലേ. അപ്പം സജീഷേട്ടൻ നേരത്തെ പോകുന്നുണ്ടേ. അപ്പോൾ അവിടെ എന്തെല്ലോ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനും പോകുന്നുണ്ട്, പോവാണ്ടിരിക്കാൻ പറ്റൂല. ഇവരെല്ലാം പോകുമ്പോൾ ഇവിടെ ഞാൻ തനിച്ചായി പോകൂലേ. അപ്പോൾ ഈ എന്തെങ്കിലും ആക്കിയിട്ടൊന്ന് ആ മുടിയും മുഖമൊക്കെ എന്തോ ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് പുറപ്പെട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാണിപ്പം ക്യൂടെക്സ് ഇടുന്നതൊക്കെ ഇടത്തേ കൈ കൊണ്ട് ഇപ്പം എല്ലാം ശീലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രീം വാങ്ങിയിട്ട് അത് മാത്രമാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. ആ ക്രീമൊന്ന് ജസ്റ്റ് അങ്ങോട്ട് തേച്ച് പിന്നെ ഒരു കൈ കൊണ്ട് പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുടികൾ എങ്ങനെയാണ് കെട്ടിയെന്ന് വെച്ചാൽ കുറച്ച് ഒരു കഷ്ണം മുടി എടുത്തിട്ട് പിറകോട്ട് വെച്ചപ്പോൾ കുഞ്ഞു എനിക്ക് എയർപിന്ന് കുത്തി തന്നേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരാളിവിടെ മണവാളനെ പോലെ പുറപ്പെടുക കേട്ടോ. നല്ലോണം പൗഡറൊക്കെ ഒരുപാട് വാരി പൂശിയിട്ടുണ്ട്, പിന്നെ സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു അതിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യൂല. സിദ്ധു ലേശൊരു സൗന്ദര്യാരാധകനാണ്. അങ്ങനെ നമ്മുടെ കല്യാണ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കൃഷ്ണകൃപയിൽ. അപ്പോൾ ഏകദേശം ഒരു 6:30 ആയി, സന്ധ്യ ആവുന്ന സമയത്തിന് ഞങ്ങൾ എത്തിയിട്ടോ. ഓട്ടോ വിളിച്ചാണ് വന്നത്. അപ്പോൾ സജീഷേട്ടൻ ഇവിടെ ഗാനമേളയിലാണല്ലോ, അതുകൊണ്ട് തന്നെ വരാൻ പറ്റൂലാത്തതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാട്ടോ വന്നത്. അപ്പോൾ സജീഷേട്ടൻ്റെ പാട്ട് ഒന്നൊന്നല്ല 2-3 പാട്ട് പാടിയിട്ടുണ്ട്. എല്ലാം ഇതിൽ വെച്ചാൽ കോപ്പിറൈറ്റ് വരുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ പോയ പാട് അവിടുന്ന് ഉണ്ണിയപ്പവും പരിപ്പ് വടയും ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളൂ. കാരണം ഫുഡ് എനിക്ക് സജീഷേട്ടൻ വാരി തരണമല്ലോ, അപ്പോൾ ചായ ഇങ്ങനെ കുടിക്കാമല്ലോ. അപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ടതായിട്ടോ ഈ നല്ലൊരു ചുന്ദരി മണീന. അപ്പോൾ സിദ്ധു ഞാനും കൂടി കുറേ നേരം ഓളോട് എന്തൊക്കെയോ പറഞ്ഞ് സെൽഫി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നെ പറ്റി കൂടിയതാട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ സജീഷേട്ടൻ്റെ പാട്ട് 2-3 എണ്ണം ഉണ്ടായിരുന്നു. ഒക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിനെ. പക്ഷെ എല്ലാം ഒന്നും ഇതിൽ വെച്ചിട്ടില്ലേ. പിന്നെ അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഏറ്റവും ലാസ്റ്റ് എന്ന് വെച്ചാൽ കണ്ടില്ലേ, പിന്നെ പിറകിലൊന്നും ആരുമില്ല. കാരണം സജീഷേട്ടൻ വന്നിട്ട് എനിക്ക് എടുത്ത് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ പോയേ. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അത്രയും അടുപ്പുള്ളൊരു ഫാമിലി അതിനെ കൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസവും പോകണം. അതുകൊണ്ട് തലേന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-10:30 വരെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് വന്നത്. ഓട്ടോ വിളിച്ചാണല്ലോ വന്നത്. അപ്പോൾ തിരിച്ചു അങ്ങനെ തന്നെ ഞങ്ങൾ ആദ്യം ഓട്ടോന് പറഞ്ഞേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.